പറയുക പ്രവാചക, ഇന്നമാ തീർച്ചയായും നിശ്ചയമായി അനബശർ, ഞങ്ങൾ ഒരു മനുഷ്യനാണ്. എന്നിട്ട് പറയണെന്തറിയോ? മിസ്ലുക്കും, നിങ്ങളെപ്പോലെ. ആ നിങ്ങളെപ്പോലെ എന്ന് റസൂല് പറയുമ്പോൾ അത് ആരോടായിരിക്കും? ആ റസൂലിന്റെ പ്രഥമ സംബോധിത സമൂഹത്തോട്. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. അവരോട് പറയാത്തത് ഞാൻ നിങ്ങളെപ്പോലെ. അത് ഏതൊക്കെ കാര്യത്തില്? കാഴ്ച, കേൾവി, മറവി. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട്, ആശിക്കീങ്ങളോട്, മുഹബ്ബീങ്ങളോട്, മഹബ്ബത്ത് കൊതിക്കുന്ന ആളുകളോട്, നൂഹ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത അന്നുള്ള മുശ്രിക്കീങ്ങൾ ഖുർആൻ പരസ്യമായി ചെറുപ്പക്കാരുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. ഫഖാലല്ലദീന കഫറൂ മിൻ ഖൗമിഹി മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ. നൂഹ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ നൂഹ് നബിയോട് പറയുന്നു, നീ ഞങ്ങളെപ്പോലെയുള്ള വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. നൂഹ് നബിയോട് പറയുന്നത്, അന്ന് ഇസ്ലാം ദീന് വിശ്വസിച്ച മുസ്ലിമീങ്ങളല്ല. 1000 കൊല്ലം ദീനി ദഅവ നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത മുശ്രിക്കീങ്ങളായ ആളുകൾ നൂഹ് നബിയുടെ മുഖത്ത് നോക്കി പറയുന്നത്, മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ, നീ ഞങ്ങളെപ്പോലെയുള്ള വെറും ഒരു സാധാരണ മനുഷ്യനാണ്. നൂഹ് നബിയെ നിങ്ങളുടെ ജന്മദിനത്തിൽ നിന്നും, നിങ്ങളുടെ ജന്മമാസത്തിൽ നിന്നും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും യാതൊരുവിധ വ്യത്യാസവുമില്ല. നിങ്ങളൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഫഖാലല്ലദീന കഫറൂ മിൻ ഖൗമിഹി മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് നൂഹ് നബിയോട് അന്നത്തെ മുശ്രിക്കീങ്ങൾ പറയുമ്പോ, ആദം നബി തൊട്ട് ലക്ഷക്കണക്കായ അമ്പിയാക്കളെ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധമായ ദീൻ അവന്റെ അടിമകളിലേക്ക് എത്തിക്കാൻ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളെ നിയോഗിച്ചു. ആ അമ്പിയാക്കളിൽ നൂഹ് നബിയോട് പറഞ്ഞുപോയ അതേ വാക്കുകൾ, മാ അന്ത ഇല്ലാ ബശറുൻ മിസ്ലുനാ. സ്വാലിഹ് നബിയോട് സമൂദ് ഗോത്രത്തിൽപ്പെട്ട സമൂദ് ഖബീലക്കാർ അവിടുന്ന് സ്വാലിഹ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത അന്നത്തെ മുശ്രിക്കീങ്ങൾ സ്വാലിഹ് നബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഈമാനുള്ള മുസ്ലിമീങ്ങളെ, മാ അന്ത ഇല്ലാ ബശറുൻ മിസ്ലുനാ. നൂഹിന് സ്വാലിഹേ, നീ ഞങ്ങളെപ്പോലെയുള്ള വെറും ഒരു സാധാരണ മനുഷ്യനാണ്. നിന്റെ ജന്മദിനത്തിന് യാതൊരുവിധ പവറുമില്ല, നിന്റെ ജന്മമാസത്തിന് യാതൊരുവിധ പവറുകളുമില്ല. അതുകൊണ്ട് മാ അന്ത ഇല്ലാ ബശറുൻ മിസ്ലുനാ. എന്താണ് ശബ്ദം കേൾക്കുന്ന പിതാക്കൾക്ക് ബോധ്യപ്പെടുന്നത്? സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അന്നത്തെ കാഫിരീങ്ങൾ, അന്നത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്, സ്വാലിഹ് നബി സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഫഖാലൂ അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. അല്ലാഹു പറയുന്നു ഖുർആനിലൂടെ, ഖുർആനിലെ നാട്ടുകാരെ വളരെ വ്യക്തമായി പറയുന്നത്, ഇതിൽ മുസ്ലിം സമുദായത്തിന് വല്ല അഭിപ്രായമുണ്ടോ? മുസ്ലിം സമുദായത്തിന് 2 അഭിപ്രായമുണ്ടോ? ഖുർആൻ വ്യക്തമായി പറയുന്നു, ഈസാ നബി വന്നു, മൂസാ നബി അലൈഹിസ്സലാം വന്നു. മൂസാ നബിയെ കുറിച്ച് അന്നത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്, അവിടുന്ന് വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നു, ഫഖാലൂ അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ. വെറും ഞങ്ങളെപ്പോലെയുള്ള 2 മനുഷ്യന്മാർ, ഞങ്ങളെപ്പോലെ അങ്ങാടിയിലേക്ക് പോകുന്ന, ഞങ്ങളെപ്പോലെ കല്യാണം കഴിക്കുന്ന, ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, ഞങ്ങളെപ്പോലെ നടക്കുന്ന വെറും സാധാരണക്കാരായ ഈ 2 മനുഷ്യന്മാർ മൂസാ നബിയെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഈസാ നബിയുടെ ആളുകൾ പറഞ്ഞു, എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? ഫഖാലൂ അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ.
മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കാതെ ദീനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയാത്ത, മുസ്ലിമാകാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ, അമ്പിയാക്കളോട് വല്ലാത്ത വെറുപ്പുള്ള, പുച്ഛമുള്ള, ദേഷ്യമുള്ള ആളുകൾ, അമ്പിയാക്കളെ തരം താത്താൻ കൊതിക്കുന്ന ആളുകൾ, അവർ പറഞ്ഞു അമ്പിയാക്കളൊക്കെ സാധാരണക്കാരാണ്, സാധാരണ പുരുഷന്മാരാണ്, അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല, അവർക്ക് നമ്മെക്കാളും ഒരു പ്രത്യേകമായ, നാം കല്യാണം കഴിക്കുന്നു, അവർ കല്യാണം കഴിക്കുന്നു, നമുക്ക് കുട്ടികളുണ്ടാകുന്നു, അവർക്കും കുട്ടികളുണ്ടാകുന്നു. അങ്ങനെ ആദം നബി തൊട്ടുള്ള അമ്പിയാക്കളെ മുഴുവനും ഇസ്ലാമെന്തെന്ന് പഠിക്കാത്ത, പോകട്ടെ യാ ഹബ്ബൽ ജന്നതു വഖതി റാബുഹാ തയ്യിബത്തുൻ ബാദിദത്തുൻ ശറാബുഹാ, സ്വർഗത്തിൽ പാടിക്കളിക്കാൻ കൊതിക്കുന്ന മോമിനീങ്ങൾ, സ്വർഗത്തിൽ എന്റെ മുത്തുനബിയുടെ കൂടെ എനിക്കൊന്ന് കിടക്കണം, ലാ യൽമഉ ബഅദഹാ അബദാ, ഒരു കാലത്തും ദാഹിക്കാത്ത വെള്ളം എന്റെ മുത്തുനബിയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കുടിക്കണം. ഇത് ആശിക്കുന്ന ഒരു മുഅ്മിൻ, ആ മുഅ്മിനായ മനുഷ്യന്റെ അരികിൽ അമ്പിയാക്കൾക്ക് വല്ലാത്ത പവറുണ്ട്, അമ്പിയാക്കൾക്ക് വല്ലാത്ത സ്ഥാനമുണ്ട്. നേരെ മറിച്ച് അതാശിക്കാത്ത ആളുകൾ സ്വർഗീയ ലോകത്ത് പുഞ്ചിരിക്കണമെന്ന് കൊതിക്കല് പോയി, സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തെക്കുറിച്ച് വിശ്വസിക്കാത്ത അന്നത്തെ മുശ്രിക്കീങ്ങൾ, വിശ്വസിക്കാത്ത ആളുകൾ, മുസ്ലിമാകാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ, അവരാണ് അമ്പിയാക്കളത്തെ സാധാരണ മനുഷ്യന്മാരെന്ന് പറഞ്ഞത്. وفي قول المشركين على سيدنا وحبيبنا ومولانا മുഹമ്മദ്. അവസാനം നാട്ടുകാരെ പറഞ്ഞ് കാരുണ്യത്തിന്റെ കവചം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നേതാവായ നബിത്തങ്ങൾ, ആ നബിത്തങ്ങളെ കുറിച്ചുകൊണ്ട് മാലു ഹാദർ റസൂൽ യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ്. മാലു ഹാദർ റസൂൽ, അബൂജഹലടക്കമുള്ള ആളുകൾ ദാറുൻ നദ്വത്തി എന്ന അബൂജഹലിന് ഏറ്റവും പേരുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് നദ്വത്തി എന്ന പേരിൽ ദാറുൻ നദ്വ. ആ നദ്വത്തി എന്ന കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തടക്കമുള്ള ആളുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേതാവായ നബി തങ്ങളെ കുറിച്ച് മാലു ഹാദർ റസൂൽ യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ്. ഓ മുഹമ്മദേ, നീ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യൻ മാത്രമാണ്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നാട്ടുകാരെ ലോകത്ത് കാണിച്ചു പോയത്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് ആദ്യമായി സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞത് അബൂജഹലടക്കമുള്ള ആളുകൾ ദാറുൻ നദ്വയിൽ വെച്ച് പ്രഖ്യാപിച്ചു പോയി. മാലി ഹാദർ റസൂൽ, അത് വിവരിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാലി ഹാദർ റസൂൽ യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ്. മുഹമ്മദേ, നീ എന്തൊരു മനുഷ്യനാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യൻ അങ്ങാടിയിലേക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ജനിക്കുന്നു, ഒരിക്കലും അസാധാരണ വ്യക്തിയല്ല. മുഹമ്മദിന്റെ ജന്മദിനത്തിന് യാതൊരുവിധ വ്യത്യാസവുമില്ല, ഒരു പവറുകളുമില്ല. അവിടുത്തെ ജന്മത്തിൽ യാതൊരു പവറുകളും വ്യത്യാസവും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ലോകത്താദ്യമായി പറഞ്ഞത് അബൂജഹലടക്കമുള്ള ആളുകൾ ദാറുൻ നദ്വ എന്ന ഇഷ്ടപ്പേര് വെച്ച ഓഫീസിൽ വെച്ച് അവിടുന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, വസന്തമാസത്തിൽ മുത്തുനബിയൊന്ന് കേൾക്കാൻ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ള അനുജന്മാരെ, അവിടുത്തെ പിന്നാലെ മുത്തുനബിയുടെ മദഹ് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് സദസ്സിൽ വന്നിരിക്കുന്ന അല്ലോ പെണ്ണുപിതാക്കളെ, ഉമ്മമാരെ, ഇന്ത്യ രാജ്യത്ത് റസൂലുള്ള സാധാരണ മനുഷ്യനെന്ന് ആദ്യമായി പറഞ്ഞത്
അതേ അബൂജഹലിന് ഇഷ്ടപ്പെട്ട പേരിന്റെ ഉടമയായ നബുവത്തുൽ മുജാഹിദീൻ, അബൂജഹലിന്റെ പേര് ദാറുൻ നദുവ എന്ന ഇഷ്ടമുള്ള പേര്, ആ പേര് തെരഞ്ഞെടുത്ത നബുവത്തുൽ മുജാഹിദീൻ എന്ന ഒരു കക്ഷിയാണ്. പുന്നാരമുത്തി നബി സാധാരണ മനുഷ്യനാണ്. അവിടുത്തെ ജന്മദിനം അവിടുന്ന് നബിദിനാഘോഷിക്കുന്നത് അനിസ്ലാമികമാണ്, മീലാദ് ആഘോഷിക്കുന്നത് അനിസ്ലാമികമാണ്. അബൂജഹല് പറഞ്ഞു, മക്കത്തുൽ മുക്കറമയിൽ വെച്ചുകൊണ്ട് അബൂജഹല് പ്രഖ്യാപിച്ചു, ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് പ്രഖ്യാപിച്ചത് അതിന്റെ നബുവത്തുൽ മുജാഹിദീന്റെ ഓഫീസിൽ നിന്നുമാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മാലി ഹാദർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്. റസൂലുള്ള സാധാരണ മനുഷ്യനാണ്, അവിടുന്ന് യാതൊരുവിധ പവറുകളുമില്ല എന്ന് ലോകത്ത് പറഞ്ഞുപോയത് അബൂജഹലടക്കമുള്ള ആളുകൾ. അല്ലാഹു പറയുന്ന നബിയേ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. തങ്ങൾ പറഞ്ഞു കൊടുക്കും നബിയേ, അന്ത്യനാള് വരെയുള്ള ആശിക്കീങ്ങളോടും അന്ത്യനാള് വരെയുള്ള മനുഷ്യ സമൂഹത്തോട് തങ്ങളെ അവിടുന്ന് പറയണം, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യത്തറവാട്ടിൽ പിറന്നവനാണ്. അതേ, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ മലായിക്കത്തിൽപ്പെട്ടവനല്ല, ഞാൻ ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവനല്ല. പക്ഷേ എനിക്ക് പവറുണ്ടോ? യൂഹാ ഇലയ്യ, എന്റെ അരികിലേക്ക് ജിബ്രീൽ വഹയുമായി വരുന്നു. ഞാൻ ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുന്നു, ജിബ്രീൽ എന്നോട് സംസാരിക്കുന്നു, ഞാനതാ ജിബ്രീലിനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യനല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളിൽ ആരെപ്പോലെയുമല്ല. ലസ്തു മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. ജിബ്രീൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ അവരുടെ സംസാരത്തിന് മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വഹാബികളെ, ഓ മനുഷ്യരെ, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. ഇന്നീ അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്ത പലതും ഞാനിതാ കാണുന്നു. വഅസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേൾക്കുന്നു. നിങ്ങൾ കാണാത്തതിന് ഞാൻ കാണുന്നു, നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ കേൾക്കുന്നു. ലോക മുസ്ലിങ്ങൾ ആചരിക്കുന്ന ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനാഘോഷത്തിന് ഒരു പ്രത്യേകതയുമില്ലെന്ന് സിഡിയും ലഘുലേഖയുമായി വീട് വീണ്ടാന്തരം കയറിയിറങ്ങി കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇവിടെ വീടാന്തരം നമുക്ക് നടന്നിട്ട് സീഡി തന്നിട്ട് മതം മാറ്റാൻ വരുന്ന ഈ അപ്പോസ്തലന്മാരുടെ ആദർശം ഇവിടെ ഈമാനുള്ള സമുദായത്തിന് ആവശ്യമില്ല. എവിടുന്ന് അള്ളാന്റെ റസൂലിനെ പ്രേമിക്കുന്ന മുസ്ലിമീങ്ങളാ സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിമീങ്ങൾ, അഥവാ ഇസ്ലാമുള്ളവര് അള്ളാന്റെ റസൂലിനെ പ്രേമിക്കുന്നവരാ. അവരെ അവിടെ കൊണ്ടുപോയി ബിദ്അത്തിന്റെ കോട്ടകൊത്തളത്തിലേക്ക് തളയ്ക്കാൻ ഇവിടെ ഈമാനുള്ള ഒരു മുതഅല്ലിം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് സന്ധിയില്ലാതെ പ്രഖ്യാപിക്കുന്നു. സുന്നത്ത് ജമാഅത്തിനെ സംശയിപ്പിക്കാൻ ഏതെങ്കിലും പുതിയ കക്ഷികൾ വരുമ്പോ അവരായത്തോന്ന് കേട്ട് നിങ്ങൾ പെട്ടുപോകരുത്, ഹദീസോന്ന് കേട്ട് പെട്ടുപോകരുത്. അവരതിന്റെയൊക്കെ അർത്ഥം മാറ്റി പറയുകയാണ് കേട്ടോ. അത് കേട്ട് നിങ്ങൾ പെട്ടുപോകരുത്. അതല്ല എങ്കിൽ പരസ്യമായ നിലക്ക് ലക്ഷങ്ങൾ കേൾക്കുന്ന വിധത്തിൽ ഒരു പരസ്യമായ നിലക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പരസ്യമായി എഴുതിയ കക്ഷികളോട് ചോദിക്കുന്നു, ഈ ഒരു വിഷയത്തിൽ ഒരു സംവാദത്തിന് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ആരെങ്കിലും തയ്യാറുണ്ടോ?